ഏവർക്കും സ്നേഹവന്ദനം. ക്രൈസ്തവ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും സുവിശേഷ പ്രവർത്തനങ്ങളെയും മതവൽക്കരണമായ ചില സംഘപരിവാർ സംഘങ്ങൾ, പ്രത്യേകിച്ച് ശശികല ടീച്ചറെ, ടി ജി മോഹൻദാസ് സാറ്, ആർ ബി ബാബു സാറെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്രങ്ങളിൽ, മാധ്യമങ്ങളിലൂടെയൊക്കെ അവർ അത് പ്രചരിപ്പിക്കുന്നു. അവരുടെ പാദങ്ങൾ നാവുകൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന, ശുദ്ധീകരിച്ചു കൊടുക്കുന്നതായിട്ടുള്ള നമ്മുടെ ഗാസ ക്രോസ് പോലുള്ള ക്രിസംഗി സമൂഹവും അവരോടൊപ്പം ചേർന്ന് ക്രൈസ്തവർ ചെയ്യുന്ന എല്ലാം തന്നെ തെറ്റാണെന്നും, അതിനകത്ത് ഗാസയുടെ ഒരു പ്രധാനി അടുത്ത സമയത്ത് പ്രസംഗിച്ച ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കേൾക്കുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്തിനാണ് കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത്, സേവനങ്ങൾക്കായി പോകുന്നത്? ഇവിടെ തന്നെ സേവിച്ചാൽ പോരെ, എന്തിനാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയി ആളുകളോട് സുവിശേഷം പ്രഖ്യാപിക്കുന്നത്, ഈ പ്രേക്ഷിത ദൗത്യങ്ങൾ ചെയ്യുന്നത്, സ്കൂൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്. ഇതിൻ്റെ അർത്ഥം ഒരു കാര്യം ക്രൈസ്തവ സമൂഹം അറിയണം. ക്രൈസ്തവർ മാത്രമല്ല, ഇവിടെയുള്ള മതേതരത്വ വിശ്വാസികളായിട്ടുള്ള എല്ലാ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ, മതമില്ലാത്തവരും ഒക്കെ അറിയണം. കാസയെ പോലുള്ള സംഘടനകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ഉന്നമനമല്ല, മറിച്ച് പാദസേവ ചെയ്യാൻ ഈ സംഘപരിവാർ അവർക്ക് കൂലി കൊടുത്താക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ ചെറുപ്പക്കാരൊന്നും തന്നെ വ്യതിചലിച്ചു പോകാതിരിക്കാനും കൂടെ എല്ലാവരും വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ചരിത്രബോധം ഇല്ലാത്തതുകൊണ്ടാണ് ശ്രീമതി ശശികല ടീച്ചർ പലപ്പോഴും വളരെ വങ്കത്തരങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിഷം അവരുടെ വായിൽ നിന്ന് ചീറ്റുന്നത് പോലെ, പാമ്പ് വിഷം ചീറ്റുന്ന പോലെ തന്നെയാണ് ടീച്ചർ പലപ്പോഴും ക്രൈസ്തവർക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടീച്ചറെ, അതിൻ്റെ കാരണം ടീച്ചർക്ക് വായന ഇല്ലാത്തതാണ്. അങ്ങ് വായിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങൾ മാത്രം വായിച്ചാൽ ഇതിൽ കൂടുതലൊന്നും ടീച്ചർക്ക് സംസാരിക്കാൻ കഴിയുകയില്ല. എന്നാൽ അതിനോടൊപ്പം ബഹുമാന്യനായിരുന്ന കണിപ്പിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കേരള ചരിത്രവും അതുപോലെ രാമനുണ്ണിയുടെ കേരള ചരിത്രവും ഒക്കെ ഒന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. താങ്കൾക്ക് കുറച്ചും കൂടെയൊക്കെ വിവരം വെക്കുവാനും താങ്കളുടെ വായിൽ നിന്ന് വിഷം അധികം ചീറ്റാതിരിക്കാനും ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതാണല്ലോ വായ കൊണ്ട് പറയുന്നത്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ടൊക്കെ സാധിക്കും. ഇനിയും ഗാസ ക്രോസ് ആളുകളുടെ അറിവിലേക്ക് ചില ചരിത്രം പറയാം. നിങ്ങളുടെയൊക്കെ പൂർവികന്മാർ ഒരു കുഴത്തൊഴിലുണ്ടായിരുന്നു ഇവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഴിയവേല എന്ന് പറയും. ഊഴിയവേല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ വലിയ ആഡംബരമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു 5 തലമുറയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 4 തലമുറയ്ക്ക് മുമ്പ് നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്, ഇല്ലങ്ങളിലേക്ക് നെല്ല് ചുമന്ന് കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം, ക്ഷേത്രങ്ങളിലേക്കുള്ള നെല്ല് ചുമന്നുകൊണ്ട് കൊടുക്കണം. അതിനുശേഷം അവിടുന്ന് നെല്ല് തിരിച്ചു കൊണ്ടുവരണം. എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ അമ്മച്ചിമാരെ കൊണ്ട്, വല്യമ്മച്ചിമാരെ കൊണ്ട് നെല്ല് പുഴുങ്ങി ഉണക്കി അത് കുത്തി വെളുപ്പിച്ചതിന് ശേഷം അത് തിരിച്ച് നിങ്ങളുടെ വല്യപ്പന്മാരുടെ തലയിലോട്ട് ചുമടായിട്ട് വെച്ച് കൊടുത്തിട്ട് അത് ഇല്ലങ്ങളിലെ പത്തായത്തിൽ കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? ആ സമ്പ്രദായം ഇവിടുത്തെ നിങ്ങളുടെ ഈ വലിയ വാദം പറയുന്ന നിങ്ങളുടെയൊക്കെ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൽ നിന്നൊക്കെ മാറി ഇന്ന് നട്ടല് നിവൃത്തി നിങ്ങൾക്ക് നിൽക്കാൻ ഇടയായിത്തീരുന്നത്, അതിൻ്റെ ഏക കാരണം ഈ സുവിശേഷം ഇവിടെ വന്നതുകൊണ്ടും ക്രൈസ്തവ മിഷണറിമാരും അതേപോലെ ക്രിസ്തീയ ശുശ്രൂഷകരൊക്കെ പ്രേക്ഷിത ദൗത്യങ്ങളിലൂടെ വിദ്യാഭ്യാസവും ആരോഗ്യ രംഗത്തും സാമൂഹ്യ പരിഷ്കരണ രംഗത്തുമൊക്കെ അത്യധ്വാനം ചെയ്തുകൊണ്ട് മാത്രമാണ്. അത് മറക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റവരുടെ പാദങ്ങൾ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, കഴുകി നാവ് കൊണ്ട് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതൊന്ന് കേൾക്കുക. ഇവിടെ ഹിന്ദുമതം ഉണ്ടായിട്ട് 200 വർഷത്തിൽ താഴെ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് വൈഷ്ണവ മതം, അതേപോലെ ശൈവമതം, ശക്തിമതം തുടങ്ങിയവയായിരുന്നു. ഇവർ ആരും പരസ്പരം ഹിന്ദുക്കളായി കണ്ടിരുന്നില്ല. പകരം ഇവരെല്ലാവരും പരസ്പരം ആക്രമിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എതിർ വിഭാഗങ്ങളുടെ ക്ഷേത്രം ആക്രമിച്ച് തകർക്കുകയും അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെയൊക്കെ എടുത്ത് തച്ചുടയ്ക്കുകയും ചെയ്യുന്ന പതിവായിരുന്നു. ഇവിടെ കേരളത്തിലും അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഈ വിഭാഗങ്ങളുടെ സിൻക്രറ്റിസമാണ് സമീപകാലത്ത് ഹിന്ദുക്കൾ എന്നറിയപ്പെടുവാൻ തുടങ്ങിയത്. ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടായിട്ട് ഏകദേശം 200 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. കേരളത്തിലെ ക്രൈസ്തവരുടെ പൂർവികന്മാർ ബഹുഭൂരിപക്ഷവും ബുദ്ധമതക്കാരും ജൈനമതക്കാരും ദ്രാവിഡ ഗോത്ര മതക്കാരും ഈഴവരും മുക്കുവരും ആയിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. ഇലങ്കയിൽ നിന്ന് വന്ന ആളുകളാണ് ഈഴവർ. അവർ സാന്തവരായിരുന്നു. അവരുടെ സന്താന പരമ്പരകളാണ് ഇവിടെയുള്ള സുറിയാനി ക്രിസ്ത്യാനികളിൽ മിക്ക പങ്കാളുകളും. ജൈനമതക്കാരും ബുദ്ധമതക്കാരും ഹിന്ദുക്കളല്ല എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് കാസ ക്രോസ് പോലുള്ള സംഘടനകളും സംഘപരിവാർ കുടുംബാംഗങ്ങളും ഈ കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ മനസ്സ് കാണിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ അതേ രീതിയിൽ ഈഴവരും മുക്കുവരും ഹിന്ദുക്കളായിരുന്നില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ജൈനമതക്കാരും
ബുദ്ധമതക്കാരും ഒക്കെ ഉള്ളപ്പോൾ, ബുദ്ധമതക്കാർ സമയത്താണ് ഇലങ്കയിൽ നിന്നുള്ള വലിയൊരു കുടിയേറ്റം ഇവിടേക്ക് കേരളത്തിലേക്ക് നടക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ബുദ്ധമതത്തിലേക്ക് പോകാതെ നിന്ന ആളുകളാണ് ഈഴവ സമൂഹം എന്ന് പറയുന്നത്. അവർ സാന്തവരാണ്. സാന്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽ ഫാമിലീസ് ആണ്. അപ്പോൾ നമ്മുടെ പഴയ കേരളത്തിലെ പഴയ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് സത്യത്തിൽ ഈഴവരെയും മുക്കുവരെയും പട്ടികജാതിക്കാരെയും അതേപോലെ അവർണരായിട്ടുള്ള ബാക്കിയുള്ള ആളുകളെയും ഉദ്ദേശിച്ചാണ്, അല്ലാതെ ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെ ഉദ്ദേശിച്ചായിരുന്നില്ല. അത് ഈ അടുത്ത സമയം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ അർത്ഥം ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമേ ഹിന്ദു മതത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെയും ഔട്ട്കാസ്റ്റ് ആയിട്ട് തന്നെ, അവർണറായിട്ട് തന്നെയാണ് അന്നും ഇന്ന് ശശികല ടീച്ചറിനെ പോലെയുള്ളവരുടെ ഉള്ളിലും നിലനിൽക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കേരളത്തിൽ കൂടുതലായിട്ട് വമിപ്പിക്കാനും അത് കേരളത്തിൻ്റെ ഒരു പൊതു തത്വമാക്കി എടുക്കാനായിട്ടും ഇപ്പോഴുള്ള ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമം നിങ്ങളുടെ വിവരമില്ലായ്മയായിട്ട് മാത്രം ഞങ്ങൾ കാണുകയും ആ വിവരമില്ലായ്മയ്ക്ക് കൊട ചൂടുന്നതായിട്ടുള്ള കാസ ക്രോസ് പോലുള്ള സംഘടനകളെ അവരെ ഓർത്ത് അയ്യോ പാവകൾ എന്ന് പറയാനല്ലാതെ മറ്റെന്തിനെ സാധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞത് ഈ ചാതുർവർണ്ണയത്തിൽ പെടാത്തതായിട്ടുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചാണ്. അതിനകത്ത് ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പും വരും. ഈഴവർ മുതൽ താഴോട്ടുള്ള എല്ലാ വിഭാഗങ്ങളെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. പിന്നീട് കൂട്ടമായി ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് കണ്ടപ്പോൾ അവർണർക്കും ക്ഷേത്രപ്രവേശനം നൽകി. അതിനുശേഷം മാത്രമാണ് ഈഴവർ ഉൾപ്പെടെയുള്ള അവർണർ ഹിന്ദുക്കളായി മാറുന്നത്. അതും 1932 ശേഷം. ആ ചരിത്രം പുറകെ പറയാം. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും നിങ്ങളുടെ പോസിറ്റീവ് കമൻസുകൾ എഴുതുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തം തേക്കടിലച്ചൻ.